പാലക്കാട് നഗരസഭയിൽ തലയിൽ മുണ്ടിട്ട് വോട്ടർമാർക്ക് മുന്നിൽ ചെല്ലേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസുകാരെന്ന് ബി.ജെ.പി. സംസ്ഥാന ട്രഷററും നഗരസഭാ വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് ഇ. കൃഷ്ണദാസ്. രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു നഗരസഭയിൽ കോൺഗ്രസിന്റെ താരപ്രചാരകൻ. യു.ഡി.എഫ്. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ വീടുകൾ കയറിയിറങ്ങി. ഇപ്പോൾ ആ വീടുകളിലൊന്നും കോൺഗ്രസുകാർക്ക് കയറി ചെല്ലാൻ പോലും കഴിയുന്നില്ല. നഗരസഭയിൽ മൂന്നാമതും എൻ.ഡി.എ അധികാരത്തിലേറുമെന്നും 10 വർഷ കാലയളവിൽ നടത്തിയ വികസനം പറഞ്ഞാണ് ബി.ജെ.പി. വോട്ടർമാരെ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് നഗരസഭയിൽ എൻ.ഡി.എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിവിധ വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകുന്നു. മൂന്നാമതും നഗരസഭയിൽ അധികാരം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബി.ജെ.പി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുള്ളത്. അതിൽ പട്ടിക്കര വാർഡിൽ മത്സരിക്കുന്ന നഗരസഭയുടെ വൈസ് ചെയർമാനും അതുപോലെ തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന ട്രഷററുമായ ഇ. കൃഷ്ണദാസ് ഇപ്പോൾ ചേരുന്നുണ്ട്. എങ്ങനെയാണ് നഗരത്തിലെ ഈ ഒരു 3.0 എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ ഒരു ലക്ഷ്യം? ഒരു സംശയവും വേണ്ട, ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നഗരസഭയിൽ ഹാട്രിക് അടിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവുമില്ല. വികസനത്തിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷം പാലക്കാട് ഒരു തരത്തിലും വികസനം നടന്നിട്ടില്ല എന്ന് വാദിക്കുന്ന സമയത്ത് ഇന്ന് അവരുടെയൊക്കെ പ്രചരണ ബോർഡുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വികസന തുടർച്ചയ്ക്ക് അവർക്ക് വോട്ട് ചെയ്യണമെന്ന് അവകാശപ്പെടുന്ന ബോർഡുകൾ നഗരത്തിൽ ഉടനീളം ഇവിടെ അവർ വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഈ നഗരത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നത് ഈ കഴിഞ്ഞ 10 വർഷത്തിലാണെന്നുള്ളത് ഏറ്റവും വലിയ തെളിവുകൾ. പ്രതിപക്ഷ പാർട്ടിയിലെ നിലവിലെ കൗൺസിലർമാർ വികസന തുടർച്ചയ്ക്ക് അവർക്ക് വോട്ട് ചെയ്യണമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പിന്നെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം നമുക്കറിയാം. ഈ രണ്ട് പാർട്ടികളും, ഒരു പാർട്ടി ശബരിമലയിൽ സ്വർണം ചുരണ്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മറുവശത്ത് പാലക്കാട്ടെ MLA ഇന്ന് 10 ദിവസമായി, ഇന്ന് 10ാമത്തെ ദിവസമാണ്, അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയില്ല. ഈ സാഹചര്യത്തിൽ 100% പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ഈ പാലക്കാട് MLA ഒരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ കയ്യിൽ നിന്നും നഗരസഭാ ഭരണം പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു ഈ MLA UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പലയിടത്തും വീടുകൾ കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതൊക്കെ ഇപ്പോൾ ഏതായാലും വോട്ടർമാർ തിരിച്ചറിയുമെന്നുള്ളത് തന്നെയാണ്. പാലക്കാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് പറ്റിയ അബദ്ധം. ശ്രീധരൻ സാറെ പോലെയുള്ള ഒരാളെ ജയിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ ഒരു കാട്ടുകള്ളനെയാണ് ഇവിടെ പാലക്കാടുകാർ ജയിപ്പിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് വലിയ സങ്കടമുണ്ട്. എന്ന് മാത്രമല്ല, സത്യത്തിൽ പാലക്കാടിൻ്റെ പേരിനെ പോലും മോശമാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ എല്ലാവരുടെയും, നാട്ടിലെ മുഴുവൻ ആളുകളുടെ, കേരളത്തിലെ ജനങ്ങളുടെയൊക്കെ ധാരണ ഇദ്ദേഹം പാലക്കാടുകാരനാണെന്ന്. പാലക്കാട്ടുകാർ തലയിൽ കൂടി മുണ്ടിട്ട് ഓടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇദ്ദേഹം കാരണം ഉള്ളത്. അദ്ദേഹം തലയിൽ മുണ്ടിട്ട് ഓടിക്കഴിഞ്ഞു. പാലക്കാടുകാർ പോലും ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് ഓടേണ്ട ഒരു ഗതികേടാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം ഇപ്പോൾ പുറമേയൊക്കെ പോകുന്ന സമയത്ത് രാഹുലിൻ്റെ നാട്ടുകാരനാണല്ലേ എന്ന് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പോലും ഓടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്, അദ്ദേഹം പാലക്കാടുകാരനല്ല. അദ്ദേഹം എവിടുന്നോ വന്ന് പാലക്കാട് മത്സരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം കാരണം പാലക്കാടുകാർ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. കോൺഗ്രസ്സുകാർക്കും ഈ വോട്ട് ചോദിച്ച് വീട് കയറാൻ കഴിയാത്ത സ്ഥിതിയാണ് രാഹുൽ. 100% കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ സത്യത്തിൽ അവർ പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. ഒരു വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥ. പാലക്കാട്ടിലെ പല പ്രമുഖരായ സ്ഥാനാർത്ഥികളും ഇദ്ദേഹത്തെ വെച്ച് കൂടെ നിന്ന് വോട്ട് ചോദിച്ച, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഒക്കെ അപ്പോൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ബോർഡ് വെച്ച സ്ഥാനാർത്ഥികളുണ്ട്, ആ ബോർഡ് മുഴുവൻ മാറ്റി DCC ഓഫീസിൽ കൊണ്ട് വെച്ച സ്ഥാനാർത്ഥികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം വികസനത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തിൽ 400 കോടി രൂപയുടെ വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തിൽ അതിനേക്കാട്ടും വികസനം കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നത്. ഹാട്രിക് ഭരണം എന്നുള്ളത് ഒരു സംശയവുമില്ല. 100% ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വീണ്ടും ഭരണത്തിൽ വരും എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും സംശയമില്ല. ഒപ്പം തന്നെ ഈ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാലക്കാട് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വികസന പത്രിക പുറത്തിറക്കിക്കൊണ്ട് പറഞ്ഞിരുന്നു 45 ദിവസത്തിനുള്ളിൽ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കും, സമഗ്രമായിട്ടുള്ള വികസനവും പുതിയ ഒരുപാട് കാര്യങ്ങൾ കൂടെ ഒരു ആവിഷ്കരിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന്. തീർച്ചയായിട്ടും. അതായത് പാലക്കാട് നഗരസഭയിലെ ഭരണം ഒരു ഇലക്ട്രിക് എഞ്ചിനായിരുന്നുവെങ്കിൽ ഇനിയൊരു വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ സ്പീഡിലായിരിക്കും ഇവിടുത്തെ വികസനം നടക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചു. ഈ കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ
സത്യത്തിൽ ഇവിടെ ഒരു വികസനവും നടന്നിട്ടുണ്ടാവില്ല. നരേന്ദ്രമോദി സർക്കാർ തന്ന 400 കോടി രൂപ കൊണ്ടാണ് നമ്മൾ പല മേഖലകളിലും പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഈ ജില്ലയിൽ തന്നെ 6 മറ്റ് നഗരസഭകളുണ്ട്. ഷൊർണൂർ, ഒറ്റപ്പാലം, ചെർപ്പളശ്ശേരി, ചിറ്റൂർ. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് വികസനത്തിന് പണം കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. അപ്പോൾ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി വന്നാൽ മാത്രമേ ഇവിടെ വികസനം വരികയുള്ളൂ എന്ന് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല 2015 മുമ്പ് ഇവിടെ ഒരു മാഫിയ ഭരണമാണ് ഇവിടെ ഉണ്ടായിരുന്നത് പാലക്കാട് നഗരത്തിൽ. ആ മാഫിയ ഭരണത്തെ നയിച്ചിട്ടുള്ള ആളുകൾ തന്നെ ഇത്തവണ വീണ്ടും അവർ കുപ്പായി ഇട്ടിട്ടുണ്ട്. അവർ ഇത്തവണ വീണ്ടും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെ മുമ്പാകെയുള്ള ചോദ്യം, ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെച്ചിട്ടുള്ള സുതാര്യ ഭരണമാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ ഈ മുൻകാലത്തുണ്ടായിരുന്ന കമ്മീഷൻ ഭരണമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പാകെയുള്ള ചോദ്യം. 100% ജനം തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇവിടെ പാലക്കാട് നഗരത്തിൽ നടക്കുന്ന വിധത്തിലുള്ള സുതാര്യ ഭരണം തന്നെയാണ് വേണ്ടത് എന്നുള്ളത് തന്നെയാണ് ജനം ഉറപ്പിച്ചിരിക്കുന്നത്. എല്ലാ ആശംസകളും. നന്ദി. ഏതായാലും NDA സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഒരു 3.0 ഇതുവരെ ഇലക്ട്രിക് എഞ്ചിനായിരുന്നു ഭരണമെങ്കിൽ അത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സ്പീഡിലേക്ക് ഭരണം കടക്കും. മൂന്നാമതും അധികം ഈ കൃഷ്ണദാസ് വ്യക്തമാക്കുന്നത്. ഒപ്പം പാലക്കാട്ടെ കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള വ്യക്തി കാരണം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയിലാണെന്നും ഒപ്പം CPM ആണെങ്കിൽ ഈ ക്ഷേത്രം ശബരിമലയും കേന്ദ്രീകരിച്ച് നടക്കുന്ന കൊള്ള മൂലം അവരും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതെല്ലാം വോട്ടർമാർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ കൃഷ്ണദാസ് വ്യക്തമാക്കുന്നത്. PR മനുവിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.